ജഡത്തിൽ നിന്നുള്ള വിതയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനുദ്ദേശിച്ച ഫലം കാണുന്നില്ല. ഫലമില്ലെങ്കിൽ അർത്ഥം നാശമെന്ന് തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? എത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് എണ്ണി പറയാൻ കഴിയും പ്രിയപ്പെട്ടവർ. പക്ഷേ ആരെയും ഒരു ശുശ്രൂഷയും ഒന്നും വിധിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷേ പല വീഴ്ചകളും പലയിടത്തും കാണുമ്പോൾ നമ്മളിൽ നിന്നൊരു പാഠം ഉൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ആ വിഷയം ഞാൻ അവിടെ വിടുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആക്ഷൻസ്. അടുത്തത് എഫേസ്യർ 5:5 കൂടെ വായിച്ചിട്ട് നമുക്കിവിടെ നിർത്താം. എഫേസ്യർ 5:5. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധ്യ, ദിവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ മതി. അവിടെയൊക്കെ നമ്മൾ കണ്ടത് നമ്മുടെ ആക്ഷൻസ് ആൻഡ് അവർ ഡീഡ്സ്, നമ്മുടെ പ്രവൃത്തികൾ എന്തുള്ളതായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. അത് ആക്ഷൻസ് എന്ന് പറയുമ്പം ഈവൻ അവർ സ്പിരിച്വൽ മിനിസ്ട്രി, നമ്മൾ ആത്മീയ ശുശ്രൂഷ എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും വളരെ ശുദ്ധമായിരിക്കണം. ഞാൻ പറയട്ടെ, ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിലാണ് ഈ പറഞ്ഞ ഈ ജഡം ഒരുപാട് കയറി തെറ്റായ ചിന്തകളും തെറ്റായ ഉദ്ദേശങ്ങളും തെറ്റായ ഹൃദയത്തോടെ നമ്മൾ ആത്മീയമെന്ന പേരിൽ നമ്മൾ ചെയ്യും. ഒരുപാട് നാശം അനേകരുടെ ജീവിതത്തിലും അനേക കുടുംബങ്ങളിലും അനേക സഭകളിലും അനേക ശുശ്രൂഷകളും തകർന്നടിഞ്ഞു പോകാൻ കാരണം ഈ ശുദ്ധി പാലിക്കാത്തതാണ്. എവിടേക്കാണ് ശുദ്ധി പാലിക്കാത്തത്? ഹൃദയത്തിൽ, ഉദ്ദേശത്തിൽ, ബന്ധങ്ങളിൽ, പ്രവൃത്തികളിൽ. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. എവിടേക്കാണ്? ഉദ്ദേശം, ഹൃദയത്തിൽ ശുദ്ധി. 2 ഉദ്ദേശത്തിൽ ശുദ്ധി. 3 ബന്ധങ്ങളിൽ ശുദ്ധി. 4 പ്രവൃത്തികളിൽ ശുദ്ധി. ആ ശുദ്ധി എന്നുള്ള വാക്കാണ് ബൈബിളിൽ നമ്മളവിടെ വായിച്ചത്. നിർമ്മലത, നിർമ്മല മനസാക്ഷി, നിർമ്മല ഹൃദയം, നിർമ്മലമായ ഉദ്ദേശങ്ങൾ, നിർമ്മലമായ ബന്ധങ്ങൾ, നിർമ്മലമായ പ്രവൃത്തികൾ. ഇനി പൗലോസിവിടെ പറഞ്ഞെന്താണ് നമ്മൾ തുടങ്ങിയത്? ഇത്രയും കാര്യങ്ങളിൽ, 5 കാര്യങ്ങളിൽ, വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ, 5 കാര്യങ്ങളിൽ നിങ്ങൾ ആർക്ക് മാതൃകയായിരിക്കണം? വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. സഭയിലുള്ളവർക്ക് നിങ്ങൾ ആദ്യം ഈ 5 വിഷയത്തിൽ മാതൃകയുള്ളവരായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ശരിക്കും ശുശ്രൂഷിക്കുവാൻ അവകാശമുള്ളൂ. Being an example in these 5 areas qualifies you to minister, അല്ലെങ്കിൽ to become a minister. ഒരു ശുശ്രൂഷിക്കാൻ നിങ്ങൾക്കുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ 5 വർഷമായിട്ട് വരുന്നു. ടിനു പാസ്റ്റർ ഇവിടെ വീട്ടിൽ തുടങ്ങിയ കാലത്ത് ഞാനുണ്ടായിരുന്നു. പലരും ഈ ശുശ്രൂഷിക്കുള്ള യോഗ്യത പറയുന്നത് അങ്ങനെയൊക്കെയാണ്. പണ്ട് ഈ പാസ്റ്റർ ഒന്നും അല്ലാത്ത കാലത്ത് ഞാനേ ഉള്ളായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടോ? ഇവിടെ ആദ്യത്തെ ആരാനും ഉടങ്ങിയപ്പോൾ ഞാൻ നല്ല ഫ്രണ്ടിൽ ഈ കസേര ഇരുന്ന ഞാനാ. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ യോഗ്യതയുണ്ട്. അതൊന്നുമല്ല യോഗ്യത. ഈ 5 കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടോ? നിങ്ങൾക്ക് ശുശ്രൂഷകനാകാൻ യോഗ്യതയുണ്ട്. ഈ 5 കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയാകാൻ കഴിയുന്നില്ലയോ? വെയിറ്റ് ചെയ്യ്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക. 5 ഏരിയാസിൽ ഒരു മാതൃക വരട്ടെ, അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാം. എത്ര പേരിന്ന് കേട്ട വചനപ്രകാരം നിങ്ങളെ തന്നെ സമർപ്പിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? നാഥ, വാട്ട് എ സീരിയസ് സിറ്റുവേഷൻ. എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് കർത്താവെ ഞങ്ങളിന്ന് ഈ കേട്ടത്. ഞങ്ങൾ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അങ്ങ് ചാടി ഇറങ്ങി ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇതിപ്പോൾ ആകെ പ്രശ്നമായി. കാര്യം വചനം വളരെ ഗൗരവമായിട്ടാണ് ശുശ്രൂഷയെ കാണുന്നത്. ഇത് ടിനു പാസ്റ്ററിൻ്റെ ശുശ്രൂഷയല്ല, ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് കൊട്ടാരക്കര ജീസസ് ലൈഫ് സഭയുടെ ശുശ്രൂഷയല്ല, ഇത് ദൈവസഭയുടെ ശുശ്രൂഷയാണ്. ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാണ് നിങ്ങൾ. നിങ്ങളൊരു മനുഷ്യനല്ല വേലയ്ക്ക് വിളിച്ചത്, നിങ്ങളൊരു പ്രസ്ഥാനമല്ല വേലയ്ക്ക് വിളിച്ചത്, ദൈവമാണ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം അതുപോലെ പാലിക്കണം. ഇത് പാലിച്ച് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്തത്തോളം കാലം നിങ്ങൾ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല.
ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. ഇന്നീ കേട്ട 5 കാര്യങ്ങളിൽ നിങ്ങൾ സഭയ്ക്ക് മാതൃകയില്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷകരാകാൻ യോഗ്യരായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ശുശ്രൂഷ ചിലപ്പോൾ ഏൽപ്പിച്ചെന്നും ഇരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഈ കേട്ട വചനപ്രകാരം നിങ്ങൾക്ക് മാതൃക 5 വിഷയത്തിൽ ആകാൻ കഴിഞ്ഞില്ല എങ്കിൽ യു നെവർ ക്വാളിഫൈ ടു മിനിസ്റ്റർ എനിവെയർ. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയാം. യുവർ കരിസ്മ വിൽ ടേക്ക് യു ദെയർ, ബട്ട് ഓൺലി യുവർ ക്യാരക്ടർ വിൽ കീപ്പ് യു ദെയർ എന്ന് പറയും ഇംഗ്ലീഷിൽ. നിങ്ങളുടെ ഈ വരവും അഭിഷേകവും എല്ലാം കൂടെ നിങ്ങളെങ്ങനെ കുറച്ച് പൊക്കി നിർത്തും. പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയിരിക്കും, നിങ്ങളുടെ മാതൃകാ ജീവിതം എങ്ങനെയിരിക്കും, അതനുസരിച്ചിരിക്കും. ശുശ്രൂഷ ഒരു ഒറ്റ തവണത്തെ കാര്യമല്ല പ്രിയപ്പെട്ടവരെ, ഒരു സീസണിലേക്കല്ല ശുശ്രൂഷ, ഒരു ജീവിതമാണ് ശുശ്രൂഷ. ഒരു വിളക്ക്, ഒരു മെഴുതിരി അങ്ങോട്ട് കത്തിച്ചെങ്കിൽ അത് കത്തി 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 ഒടുവിലതില്ലാതെ പോവും. അപ്പോഴാണ് ക്രിസ്തുവിനോടങ്ങ് ചേരുന്നത്. അതുവരെയുമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷയും. എത്ര പേരെന്ന് കേട്ട വചനപ്രകാരം കർത്താവേ, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണല്ലോ അപ്പോസ്തലന്മാരുടെ സ്കൂളിൽ ഞാനിന്ന് കേട്ടത്. അപ്പോസ്തലിക സഭയുടെ നടപടിയാണല്ലോ കർത്താവേ ഞാനിന്ന് കേട്ടത്. ഒരു അപ്പോസ്തലന്മാർ മാറി മാറി പറഞ്ഞ ഉപദേശമാണല്ലോ ഞാൻ കേട്ടത്. പാസ്റ്റർ സാം പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ കേട്ടത്. നിങ്ങൾ കേട്ടത് അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യാക്കോബും അപ്പോസ്തലനായ യോഹന്നാനും, അവർ 3 പേരും അപ്പോസ്തലിക സഭയോട് പറഞ്ഞ ഉപദേശങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഉപദേശങ്ങൾ ഇത്രയും കേട്ട് അതിലൊരു ഒരു തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒന്ന് മടങ്ങി മാനസാന്തരപ്പെടാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളെ കരത്തിലെടുത്ത് ഉപയോഗിക്കും. എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർ കരിസ്മ, ബട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ക്യാരക്ടർ. എല്ലാവർക്കും കരിസ്മ മതി, ഫയർ, തീ മതി, എല്ലാവർക്കും ശുശ്രൂഷ മതി, അത്ഭുതവും അടയാളവും അന്യഭാഷയും രോഗസൗഖ്യവും വിടുതലും ഒക്കെ നമ്മൾ പറയാം. പക്ഷെ അതൊക്കെ കരിസ്മയുടെ ഭാഗമാണ്. ബട്ട് ഓൺലി ക്യാരക്ടർ വിൽ കീപ്പ് യു ദെയർ. നിങ്ങൾ ശുശ്രൂഷയിൽ ദൈവം തന്നൊരു കൃപയും വരവും കൊണ്ട് നിങ്ങളൊന്ന് വളർന്നുകൊണ്ടിരിക്കട്ടെ. ആ വളർച്ചയിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാത്രമേ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തൂ. നിങ്ങളുടെ അന്യഭാഷ നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തത്തില്ല, നിങ്ങളുടെ പ്രവചനപരം നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തത്തില്ല, അതൊന്നും നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തത്തില്ല. നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ അവിടെ പിടിച്ചു നിർത്തും. ബില്ലിഗ്രാഹം ഇന്നും പിടിച്ചിരിക്കുന്നു. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, അദ്ദേഹത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഇന്നും ലോകം അദ്ദേഹത്തെ മാനിക്കുന്നു. ശരിയാണോ? ശരിയാണോ? ഇങ്ങനെയുള്ള അനേക ഭക്തന്മാരിന്ന് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ തലമുറയിൽ തന്നെ. അതേസമയം ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ദൈവദാസന്മാർ അവർ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിച്ചവർ, തിളങ്ങിയവരാ. പക്ഷെ അവരിന്ന് വീണ് കിടക്കുന്നു. സത്യമാണ്. ഇതിലേത് വേണം നമുക്ക്? വീണവരുടെ കൂട്ടത്തിലാണോ നമുക്ക് വേണ്ടത്? പിന്മാറിയവരുടെ കൂട്ടത്തിലാണോ നമുക്ക് പോകേണ്ടത്? അല്ല, ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ട് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാണ് നമുക്ക് പോകേണ്ടത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ. 5 കാര്യങ്ങളിൽ സഭയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ മാതൃകയായിരിക്കുക. ഈ 5 കാര്യത്തിൽ മാതൃകയില്ല എങ്കിൽ യു നെവർ ക്വാളിഫൈ ടു മിനിസ്റ്റർ. വന്നോണം പൊയ്ക്കോണം, പക്ഷേ ശുശ്രൂഷിക്കാൻ ഇറങ്ങരുത്. കൃപയുണ്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കാൻ ഇറങ്ങരുത്. വരവുണ്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കാൻ ഇറങ്ങരുത്. അപകടമാണ്. സൗകര്യമായി നിങ്ങളോട് ഞാൻ പറയട്ടെ, ചിലപ്പം ദൈവം കരുണ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വരം തന്നിരിക്കാം, ഒന്ന് പ്രവചിക്കാനുള്ള വരം തന്നിരിക്കാം, ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുഖമാവുന്ന വരം തന്നേക്കാം. പക്ഷേ അതും കൊണ്ട് ചാടിക്കറിയും ശുശ്രൂഷിച്ച് കളയരുത്. ജീവിതത്തിൽ ഈ കാര്യം ക്യാരക്ടർ നമുക്കില്ല എങ്കിൽ ആ വരം വലിയ അപകടത്തിലാക്കും നമ്മളെ. ഒരു സഹോദരിക്കൊരു, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ആദ്യകാലത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലത്ത് ഒരു സഹോദരിക്ക് പ്രവചനവരം കിട്ടി. എല്ലാവരോടും നടന്നങ്ങ് പ്രവചിക്കുമായിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു, ഒരു മിസ്കാരേജ് ഉണ്ടായി. രാത്രി ശുശ്രൂഷിക്കാനുള്ള ഈ സഹോദരി വന്ന് രാത്രി എൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് രാത്രി കൂട്ടുകിടന്നു. രാത്രി മുഴുവൻ ലോകത്തുള്ള പാസ്റ്റർമാരെ പറ്റിയും ദേവദാസന്മാരെ പറ്റിയും സഹോദരന്മാരെ പറ്റി പ്രത്യേകിച്ച് ഉള്ള ഓരോ കഥകൾ പറയുന്ന കഥയെല്ലാം മോശം കഥകളാണ്. എല്ലാം ഒരു എന്താ പറഞ്ഞ, ഒരു നല്ല കാര്യങ്ങളല്ല പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ആ വീർപ്പുമുട്ടലായി. എന്നോട് നേരം വെളുത്ത് പറഞ്ഞതേ,
ഈ സ്ത്രീ ശരിയല്ല, എന്നോട് രാത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളല്ല, എല്ലാ ആണുങ്ങളെ സംബന്ധിച്ചും മറ്റേ കാര്യങ്ങളായി പറയുന്നത്. ഈ സ്ത്രീക്ക് എന്താ, ഇവർ പകൽ മൊത്തം പ്രവചിക്കുന്ന സ്ത്രീയാണ്, പക്ഷേ രാത്രി പറഞ്ഞ കാര്യം മൊത്തം ആണുങ്ങളുടെ കാര്യമോ വേറെ കാര്യങ്ങളോ. അപ്പോൾ ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്ന കാലമാണ്. അപ്പോൾ ഞാനന്ന് പൊയ്ക്കൊണ്ടിരുന്ന സഭയിലെ പാസ്റ്ററോട് ഞാൻ ചെന്ന് പറഞ്ഞു, പാസ്റ്ററോട് സമ്പ്രദായം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സൗകര്യം വിളിച്ച് ചോദിക്കണമല്ലോ. നമ്മുടെ പാസ്റ്റർ ആ സൗകര്യം വിളിപ്പിച്ചു. എന്നെ കൂടി ഇരുത്തിക്കൊണ്ട് ചോദിച്ചു, സഹോദരി ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? അത് ഞാൻ സാമ്പ്രദൻ്റെ വീട്ടിലായിരുന്നു, ജെസ്സി സിസ്റ്റർക്ക് സുഖമല്ലായിരുന്നു, ഞാൻ ശുശ്രൂഷിക്കാൻ പോയി. രാത്രി എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചത്? ആ സ്ത്രീ എൻ്റെ മുഖത്തോട്ട് നോക്കി, കയ്യിരുന്ന് ബൈബിൾ അങ്ങോട്ട് വലിച്ചൊരേറ്. എനിക്ക് ഈ ശുശ്രൂഷയും വേണ്ട, എനിക്ക് മാർഗവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അതിൻ്റെ തലേ ഞായറാഴ്ച അവർ സഭയിലിരുന്ന് സകലർക്കും വേണ്ടി പ്രവചിച്ചതാണ്. പക്ഷേ അവരുടെ ഒരു വീക്ക് പോയിൻ്റെ പിടിച്ച് ഒന്ന് തിരുത്താൻ ശ്രമിച്ചപ്പം അപ്പോഴേ വേദോസ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവർ പോയി. പിന്നീട് അവർ ഗൾഫിൽ പോയി, അവർ പിന്നെ മതം മാറി മുസ്ലിമായി. എന്തൊക്കെ പുകിലായിരുന്നു ആ സ്ത്രീ കാണിച്ചത്. എന്തായിരുന്നു പ്രശ്നം? കരിസ്മ, വരം ഉണ്ടായിരുന്നു, ഒരു കൃപ ദൈവം കൊടുത്തിരുന്നു, ശരിയാണ്. പക്ഷെ എന്തില്ലായിരുന്നു? ക്യാരക്ടറില്ലായിരുന്നു. ഞാനീ പറഞ്ഞ കഥകളൊന്നും മറക്കരുത് പ്രിയപ്പെട്ടവരെ. എണ്ണി പറയാൻ ഒരുപാട് കഥകൾ ഇതുപോലുണ്ട്. വീണവരുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ആ കൃപയിൽ തന്നെ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, മാതൃകയായിരിക്കാൻ, വിശ്വാസികൾക്ക് മാതൃകയാകുക എന്നുള്ളതിൽ കുറഞ്ഞ ഒന്നുമില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞത് ഓപ്ഷണലല്ല, വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനല്ല. വേദപുസ്തകത്തിലെ നിയമങ്ങളായിട്ട് തന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇത് സഭയുടെ നിയമങ്ങൾ തന്നെയാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരോടുള്ള നിയമങ്ങളാണ്, അവരോടുള്ള കൽപ്പനകളാണ്. ഇത് ഓപ്ഷണലല്ല. ദീസ് ആർ ലോസ്. നിങ്ങൾ പറയും പുതുനിയമത്തിൽ നിയമമില്ലല്ലോ, നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപ അല്ല. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. വചനത്തിൽ, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ നിങ്ങൾ തന്നിരിക്കുന്ന ഉപദേശങ്ങളാണ്. അത് കേൾക്കണം, പാലിക്കണം. അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, പാലിക്കാൻ മനസ്സില്ല എങ്കിൽ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ യോഗ്യരല്ല. വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ ആർക്കും ഒരു നാളും വഞ്ചിക്കാൻ കഴിയില്ല. യു കനോട്ട് മോക്ക് ഗോഡ്. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും. വായിച്ചല്ലോ നമ്മൾ, ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. ഏതാ വേണ്ടിയെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തിരഞ്ഞെടുക്കാം ഏതാ വേണ്ടിയെന്നുള്ളത്. നാശം വേണോ? ആവശ്യത്തിന് നാശം നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. നമ്മളും കൂടെ നാശം വരുത്തണോ? നാശം വരുത്താൻ എളുപ്പമാണ്, ജഡത്തിലങ്ങ് വിതച്ചാൽ മതി. നിത്യജീവൻ നിലനിൽക്കുന്നത് വേണോ? ആത്മാവിൽ ചെയ്യണം. അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് ഞാനീ പറഞ്ഞു തന്നത്. ജീവിതത്തിൽ, സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണം, മാതൃകയാവണം. കണ്ണടയ്ക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. I want everybody to pray. എല്ലാ കണ്ണിലുടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഓരോ സംഗതിയായിട്ട് എടുത്താട്ടെ. ഒന്ന്, കർത്താവേ, എൻ്റെ വാക്ക്, എൻ്റെ വായ ശരിയല്ല കർത്താവേ. എൻ്റെ വാക്കിനെ പറ്റി ഒത്തിരി പരാതി ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ വർത്തമാനത്തെ പറ്റി ഒരുപാട് പരാതി ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവേ. എൻ്റെ വായ നിയന്ത്രിക്കുവാൻ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ആവശ്യമില്ലാതെ ചാടിക്കേറി വർത്തമാനം പറയുന്നു കർത്താവേ. ഞാനൊരു നുണയനാണ്, നുണച്ചിയാണെന്ന് എന്നെപ്പറ്റി കേട്ടിട്ടുണ്ട് കർത്താവേ. ഞാൻ പറയുന്ന പല വാക്കുകളും സത്യമല്ല എന്ന് എനിക്കറിയാം കർത്താവേ. ഞാൻ അല്പം പെരുപ്പിച്ചു പറയുന്നു കർത്താവേ, കൂട്ടി പറയുന്നു കർത്താവേ, വ്യാജം പറയുന്നുണ്ട് കർത്താവേ, ഞാൻ ദുഷിച്ചു പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പാസ്റ്റർമാരെ ഞാൻ കുറ്റം പറയുന്നുണ്ട്. അതെല്ലാമാണ് വാക്കിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചകൾ. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ വായ ഒന്ന് തൊടണമേ. യേശുവിൻ്റെ വായ ഒന്ന് തൊട്ടതുപോലെ എന്നെ ഒന്ന് തൊടണമേ. നിന്റെ മൗത്ത് പീസ് ഞാൻ ആകണമെങ്കിൽ, നിന്റെ വായ ഞാൻ ആകണമെങ്കിൽ എൻ്റെ വായ ഒന്ന് കർത്താവെ മാറണം. എൻ്റെ വായ്ക്കൊരു മാനസാന്തരം വേണം, എൻ്റെ വായ്ക്കൊരു സൗഖ്യം വേണം കർത്താവെ. ദൈവത്തോട് പറഞ്ഞാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ജീവിതം, എൻ്റെ നടപ്പ്, അതായത് കർത്താവെ, എൻ്റെ ലോകത്തിൻ്റെ നടപ്പ് എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ രീതി എനിക്ക് അനുകരിക്കേണ്ട കർത്താവെ. വ്യത്യസ്തനായൊരു ദൈവവൈദ്യൽ എന്നുള്ള ജീവിത രീതി, ജീവിതശൈലി എനിക്ക് വേണം. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹം കർത്താവെ, എൻ്റെ അയൽക്കാരോടുള്ള സ്നേഹം, എൻ്റെ സഹവിശ്വാസികളോടുള്ള സ്നേഹം, എന്നെ പകയ്ക്കുന്ന എൻ്റെ ശത്രുക്കളോടുള്ള സ്നേഹം കർത്താവെ, അതിലൊരു കൃപ നീ എനിക്ക് തരണമേ. സ്നേഹിക്കുവാൻ എനിക്ക് എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് കഴിയുന്നില്ല, ചിലരെ സ്നേഹിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല.
എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. വിശ്വാസം എന്ന് പറഞ്ഞത് ഏറ്റുപറഞ്ഞ് നടക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. എന്തു വന്നാലും ദൈവത്തെ വിട്ടുപോകാതെയുള്ളൊരു വിശ്വാസം. 2, എ സ്ട്രോങ് കോൺഫിഡൻസ് ഇൻ ഗോഡ്. ദൈവത്തിൽ എന്തു വന്നാലും ഒരു ആശ്രയം. അങ്ങനെയുള്ളൊരു വിശ്വാസം എനിക്ക് തരണമേ. പ്യൂരിറ്റി, നിർമ്മലതയെ പറ്റി നമ്മൾ പഠിച്ചല്ലോ. അവിടെ നമ്മൾ കണ്ടത് എ പ്യൂർ ഹാർട്ട്. കർത്താവേ, ഒരു നിർമ്മല ഹൃദയം എനിക്ക്, ശുദ്ധിയുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ശുദ്ധിയുള്ള ഉദ്ദേശങ്ങൾ എനിക്ക് തരണമേ. ശുദ്ധിയുള്ള ബന്ധങ്ങൾ, പ്യൂർ റിലേഷൻഷിപ്സ്, അത് വിത്ത് ദ സെയിം സെക്സ് ആൻഡ് ദ ഓപ്പോസിറ്റ് സെക്സ്. എതിർലിംഗത്തിൽപ്പെട്ടവരോട് കർത്താവേ, എനിക്ക് മൂത്ത സഹോദരിമാരെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുവാൻ, എനിക്ക് ഇളയ സഹോദരിമാരെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. പ്യൂർ ആക്ഷൻസ് ആൻഡ് പ്യൂർ ഡീഡ്സ്. ശുദ്ധിയുള്ള നിർമ്മലമായ പ്രവൃത്തികൾ ചെയ്യുവാൻ എൻ്റെ എല്ലാ പ്രവൃത്തിയും കർത്താവേ, അത് ശുദ്ധ കൈകൾ ഉയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ ആ കൈ കൊണ്ട് ചെയ്യുന്നത് ശുദ്ധമായിരിക്കും. എൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ആ പ്രവൃത്തികളും ശുദ്ധം. എൻ്റെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ ആ കൈ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയും അശുദ്ധമായിരിക്കും. എങ്കിലേ നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ഈ 5 മേഖലയിലും കർത്താവേ, ഞാനൊരു മാതൃകയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 5 മേഖലയിലും കർത്താവേ, ഞാൻ സഭയിലൊരു മാതൃകയാകട്ടെ. ഇതിലേതെങ്കിലും 5-ൽ 2 പോരാ, 5-ൽ 3 പോരാ, 5-ൽ 4 പോരാ, 5-ൽ 5 ഞാൻ ക്വാളിഫൈ ചെയ്യണം കർത്താവേ. ഈ 5-ൽ 5 ഞാൻ മാർക്ക് കിട്ടിയെങ്കിലേ എനിക്ക് കർത്താവേ ശുശ്രൂഷിക്കുവാൻ ഞാൻ അർഹനാവുന്നുള്ളൂ കർത്താവേ. ഇതില്ല ഞാൻ ശുശ്രൂഷ പോയിട്ടുള്ള എല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഈ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താതെ എൻ്റെ കൃപയും കൊണ്ട് ഞാൻ ഓടിയതിനോട് ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ ഇതില്ലാതെ ഞാൻ പ്രവചിച്ചു, ഇതില്ലാതെ ഞാൻ അന്യഭാഷ പറഞ്ഞു, ഇതില്ലാതെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ദൈവമേ, നിന്റെ കരുണ കൊണ്ട് നീ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്, സത്യമാണ്. നീ കർത്താവേ രോഗികളോട് മനസ്സലിഞ്ഞിട്ട് നീ അവരെ സൗഖ്യമാക്കി. അത് പലപ്പോഴും എൻ്റെ കൃപ കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ചിന്തിച്ചു. എന്നോട് ക്ഷമിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. അനുദപിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ തെറ്റിപ്പോയി കർത്താവേ പറഞ്ഞാട്ടെ. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ട്, ലോർഡ് ഐ വാസ് റോങ്. ഞാൻ തെറ്റിപ്പോയി കർത്താവേ, ഞാൻ നിഗളിച്ചിട്ടുണ്ട് കർത്താവേ, ഞാൻ മറ്റുള്ള ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള വിശ്വാസികളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാട്ട്. മറ്റ് ശുശ്രൂഷകളെ ഞാൻ താഴ്ത്തി കെട്ടിയിട്ടുണ്ട് കർത്താവേ, ഞാൻ കമ്പയർ ചെയ്തിട്ട് കർത്താവേ മറ്റുള്ളവരെ വളരെ ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ട് കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച വിലയേറിയ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ വചനങ്ങൾ എഴുതപ്പെട്ട് ഞങ്ങളുടെ ബൈബിളിലുണ്ട്, പക്ഷേ പലപ്പോഴും ഞങ്ങൾ വായിച്ചു വിട്ടിട്ടുള്ളതല്ലാതെ അത് ഗൗരവമായിട്ട് ചിന്തിക്കുകയും പഠിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇന്ന് നീ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കത് മനസ്സിലാക്കി തന്നു. ഇനി അത് പാലിക്കണം കർത്താവെ, ജീവിതത്തിൽ ഞങ്ങൾക്ക് പകർത്തണം. അതിനുവേണ്ടുന്ന ദൈവകൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോരുത്തരെയും നീ അതിനായിട്ട് സഹായിച്ചാട്ട് കർത്താവേ. ഇത് നല്ല നിലത്ത് വീണ വിത്തായി കർത്താവേ, ഇത് 30, 60, 100 മേനി വിളവരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സമൃദ്ധിയായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.